ഹലോ ഗായ്സ്, ഫ്ലൈയിങ് ബേർഡ് ആൻഡ് വീൽചെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഡയലോഗ് കേട്ടിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 3 വർഷമായില്ലേ. വീഡിയോസ് ഒന്നും യൂട്യൂബിൽ ഇടുന്നില്ല എന്നേ ഉള്ളായിരുന്നു. ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. യൂട്യൂബിൽ ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ട്രാവലിംഗ് മാത്രമല്ലേ, അപ്പം നിങ്ങൾക്ക് ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫേസ്ബുക്കിലോട്ട് ഒതുങ്ങിയതാണ്. ഫേസ്ബുക്കിലും എൻ്റെ ഇൻസ്റ്റ ഇടുന്നുണ്ട്, ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, ട്രാവലിംഗ് വീഡിയോസ് ഇടുന്നുണ്ട്, പിന്നെ ടിക്ടോക്ക് പോലത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾ ഇത് കാണുന്നത് എൻ്റെ യൂട്യൂബിലാണെങ്കിൽ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റ ഐഡിയും ഫോളോ ചെയ്യണം. ഇൻസ്റ്റ ഐഡിയും ഫേസ്ബുക്കിൻ്റെ പേര് ഒന്ന് തന്നെ, രാജലക്ഷ്മി ഹരിദാസ്. അപ്പോൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിൽ എന്നെ ഫോളോ ചെയ്യുക. അപ്പം നിങ്ങൾ ഈ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലായ ഫ്ലൈയിങ് ബേർഡ് ആൻഡ് വീൽചെയറിൽ കയറുക, വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അൺബോക്സിങ് വീഡിയോ നമ്മളെപ്പോഴും ട്രാവലിംഗ് മാത്രമല്ലേ. അപ്പം ഇന്ന് തൊട്ട് നമ്മൾ ടിക്ടോക്ക് പോലത്തെ പരിപാടിയും പിന്നെ അൺബോക്സിങ് വീഡിയോയും പിന്നെ എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്കൊരു കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ സജീവമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു, വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വേറെ കാര്യം പറയാൻ മറന്നുപോയി. നേരത്തെ എൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ആങ്ങളെയാണ്. ഇപ്പം അവൻ തിരക്കായതുകൊണ്ട് ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയമോനാണ്. അപ്പം ഇനിയിപ്പം സജീവമായിട്ട് ഞങ്ങളെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഞങ്ങളെ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മുടെ കാത്തിരുന്ന കൊറിയർ എത്തിപ്പോയി. ഇതാണത് കാണണ്ടേ. ഇത് നമ്മൾ പൊട്ടിക്കുമ്പോൾ കാണിച്ചു തരും. ഒന്നല്ല, നമുക്ക് ഒരു സാധനം കൂടി ഉണ്ട്. കണ്ടോ, 2 എണ്ണം ഉണ്ട്. ഇത് നമ്മൾ എന്താണെന്നുള്ളത് പൊട്ടിക്കുമ്പോൾ കാണിച്ചൊരു കുഞ്ഞു സാധനം എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, എനിക്കിത് പൊട്ടിക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തലവേദന എടുത്ത് ഇന്ന് സ്കൂളിൽ പോകാതെ കിടക്കുന്ന എൻ്റെ പ്രിയമോനെ ഞാൻ വിളിച്ചു വരുത്തി. ഞാനിത് അവളെ കൊണ്ട് പൊട്ടിപ്പിക്കാവേ. എന്നിട്ട് നിങ്ങൾ ഇതെന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് പൊട്ടിച്ചവനെ. എനിക്ക് നല്ല വിക്സിൻ്റെ മണമുണ്ട്. ആദ്യം നമുക്ക് ചെറിയത് പൊട്ടിക്കാം. ചെറുത് പൊട്ടിച്ചിട്ട് എന്താണെന്ന് കാണിച്ചു തരാം. ഇതാണ് ഐറ്റം. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയാം. ഇതാണ് ഐറ്റം. അതൊരു ചെയിനാ, കൈ ചെയിൻ. ഇതൊരു കൈ ചെയിനാ. അത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു. 129 രൂപ ഉള്ളൂ. 129 രൂപയ്ക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അത് എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ നോക്കിയതാണ്. പിന്നെ വരും തോറും എനിക്ക് ടെൻഷനായിരുന്നു എൻ്റെ കൈക്ക് പറ്റുമോന്ന്, എൻ്റെ ഈ കുഞ്ഞു കൈക്ക്. അപ്പോൾ എന്തായാലും ഹാപ്പിയായി. ഇത് ഞാൻ ലാസ്റ്റ് എൻ്റെ കയ്യിലിട്ട് നല്ല രീതിക്ക് കാണിച്ചു തരാം കേട്ടോ. അതിനിടയ്ക്ക് ഞാനത് പ്രിയമോനോടൊന്ന് വാങ്ങിച്ച് എൻ്റെ കയ്യിലൊക്കെ ഇത് വെച്ച് നോക്കുന്നുണ്ട്. എൻ്റെ ഈ കുഞ്ഞു കയ്യിൽ പാടാണോന്ന് അറിയണ്ടേ. എൻ്റെ കുഞ്ഞു കൈയാണ്, അളവ് കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാവേ. അടുത്തത് ഒരു ഉടുപ്പാണ്. അത് നമുക്ക് പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് 2 ഡ്രസ്സുണ്ട് കേട്ടോ, ഒരു ബ്ലൂവും ഒരു പർപ്പിൾ കളറും. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ സാധനം കയ്യിൽ വന്നപ്പം അബദ്ധം പറ്റിയോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് നോക്കിയിട്ട് ബാക്കി പറയാം. ആദ്യത്തെ പൊട്ടിച്ചിട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അബദ്ധം പറ്റിയെന്ന്. ആറ്റുനോട്ടൊരു കുഞ്ഞുണ്ടായത് ദക്ഷിക്കുഞ്ഞായി പോയിന്ന് ഇതൊരു സിനിമയിൽ പറഞ്ഞതുപോലെയായി. ഞാൻ പ്രതീക്ഷിച്ച ഒരു സംഭവം എനിക്ക് കിട്ടിയില്ല. ഞാൻ പ്രതീക്ഷിച്ച ഒരു കോട്ടനായിരുന്നു. പക്ഷേ കിട്ടിയത് കോട്ടനല്ല. ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ കോട്ടനാണെന്നാണ് കരുതിയത്. പക്ഷേ കോട്ടനല്ല, പോളിസ്റ്ററായിപ്പോയി. ഇത് സാധനം ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം സത്യം പറഞ്ഞാൽ എൻ്റെ മുഖത്തുണ്ട് ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? അങ്ങനെ ഇതാണ്ട് പ്രിയമോൻ 2ാമത്തതും പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ അവസ്ഥയും എങ്ങനെയാണോ എന്തോ, ഏകദേശം അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അതെ, ഏകദേശം അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു ചെറിയ ഇതെന്ന് പറയാൻ കോട്ടൺ കൂടിയതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിപ്പം നനയ്ക്കുമ്പോൾ അറിയാം എങ്ങനെയായിരിക്കുമെന്ന്. നനയ്ക്കുമ്പോൾ ഈ പകട്ടൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. പക്ഷേ ഞാൻ ഇതിന് മുമ്പ് മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അതൊന്നും പക്ഷേ ഇങ്ങനൊരു അബദ്ധം പറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ 450 രൂപയല്ലേ ഉള്ളൂ, സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ലാസ്റ്റ് നിങ്ങളെ ഞാനിത് നല്ല രീതിക്കൊന്ന് കാണിച്ചു തരാം ഈ ഡ്രസ്സ് എങ്ങനെയാണെന്നുള്ളത്. ഓർഡർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഇത് 450 രൂപ ഉള്ളായിരുന്നു. ഇപ്പം ഇതിന് 475 72 അങ്ങനെന്തോ ആണ്. ഇത് കണ്ടിട്ടാണ് ഞാൻ ശരിക്കും മേടിച്ചത് സത്യം പറഞ്ഞാൽ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പോൾ ഗൈസ്, വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നമസ്തേ.